ഓക്കെ കുഞ്ഞുങ്ങളെ നോക്കി ഞാൻ കുറേ ക്വസ്റ്റ്യൻ അയച്ചായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. എ കാർ മൂവിങ് along a straight highway with a speed of 126 kilometer per hour is brought to stop within a distance of 200 meter. What is the retardation? ഒന്നാമത്തേത്. ഇനിയും how long does it take to stop the car? ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനെ പറ്റി പഠിപ്പിച്ചായിരുന്നു. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞിട്ട് എത്ര ദൂരം സഞ്ചരിച്ചിട്ടാണ് വണ്ടി റെസ്റ്റിൽ വരുന്നത്, അതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ആ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനെ പറ്റി ആ കൺസെപ്റ്റിലുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കാറ് സ്ട്രെയിറ്റ് ഹൈവേയിൽ മൂവ് ചെയ്യാണ്. 126 km/h ആണ് അതിൻ്റെ സ്പീഡ്. അത് പെട്ടെന്ന് എന്ത് ചെയ്തു? നിർത്താനായിട്ട് ശ്രമിച്ചു. അത് 200 മീറ്റർ കഴിഞ്ഞിട്ട് നിന്നു. അങ്ങനെയാണ് അവിടുത്തെ റിട്ടാർഡേഷൻ മീൻസ് നെഗറ്റീവ് ആക്സിലറേഷൻ. അതായത് ആക്സിലറേഷൻ കുറയുന്നതിനാണ്, അല്ലെങ്കിൽ സ്പീഡ് കുറയുന്നതിനാണ് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. ശരിക്കും ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്പീഡ് കുറയുമല്ലോ, അത് എത്രയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ശരിക്കും റിട്ടാർഡേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഓർത്ത് വെച്ചോണം. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആക്സിലറേഷൻ ആണെന്ന് ഓർത്ത് വെച്ചോണം. നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ഡീസിലറേഷൻ എന്നും പറയും. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് അറിയാം, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് ഈ 126, അതായത് ഇപ്പോൾ വണ്ടി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്പീഡിലായിരിക്കും സ്റ്റാർട്ട് ചെയ്തത്. അത് സ്പീഡ് കൂടി 126 km/h എത്തി. അപ്പം ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞ് ഒരു 200 മീറ്ററൂടെ പോയി. 200 മീറ്ററൂടെ പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ 200 മീറ്റർ പോയി. അപ്പോൾ അതിൻ്റെ ഡീസിലറേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ എടുക്കേണ്ടത് നമ്മുടെ ആദ്യത്തെ കേസാണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള കേസിൽ ഞാൻ പറഞ്ഞു ഇനിഷ്യൽ വെലോസിറ്റി u0 ഫൈനൽ വെലോസിറ്റി v 126 ആണ് അല്ലേ. പക്ഷേ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എന്തായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്? തിരിച്ചാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെയാണ് ഇവിടെ u ആണ് 126 ആയിട്ട് എടുക്കണം. v എന്തായിട്ട് എടുക്കണം? 0 ആയിട്ട് എടുക്കണം. ഈ ടോപ്പിക്ക് കിട്ടാത്തവർക്ക് ഇത് മനസ്സിലാക്കാൻ നല്ല പാടായിരിക്കും. കാരണം ആ വീഡിയോ മസ്റ്റായിട്ട് കണ്ട് വന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ക്ലാസ് മിസ്സായി പോയവർക്ക് കുറേ പേർക്ക് ക്ലാസ് മിസ്സായുണ്ട്. അപ്പം എന്നാലും ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. അപ്പം ഒരു കാര്യം നോക്കണ്ട, നമ്മൾ അടിച്ചു വിട്ട് പോകുമായിരുന്നു. നമ്മൾ 126 km/h നമ്മുടെ സ്പീഡ്. പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. അപ്പം ഇനിഷ്യൽ വെലോസിറ്റി 126, ഫൈനൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നിൽക്കുമ്പോൾ ഉള്ള വെലോസിറ്റി 0 ആണ്. അപ്പം ഇവിടെ u എന്ന് പറഞ്ഞാൽ 126 km/h എന്ന് എടുക്കാം. നമുക്കറിയാം km/h മീറ്റർ/സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 126 × 5/18 ചെയ്താൽ മതി. കട്ട് ചെയ്യുമ്പോൾ 18 36 72 എത്ര? 7 വരും. 7 5 35 m/s എന്ന് വരും. അതവിടെ നിൽക്കട്ടെ. ഇനി ഫൈനൽ വെലോസിറ്റി 0 ആണെന്ന് നമുക്കറിയാം, കാരണം നിൽക്കുമ്പോൾ വെലോസിറ്റി 0 ആണ്. ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്തത്? 200 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്ക് റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ തന്നെയാണ്. അപ്പം ആക്സിലറേഷൻ ഈസിക്കലും എന്താ? v² - u² 2s കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അതെങ്ങനെയാ? v² - u² ഈസിക്കലും എന്താ? 2as ആണ്. അവിടെ നേരെ കണ്ടുപിടിക്കാൻ 2s താഴെ കൊണ്ടുവന്നാൽ മതി, ഇതും താഴെ കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്തപ്പോൾ v എന്ന് പറയുന്നത് 0 ആണ്, 0² മൈനസ് u എന്ന് പറയുന്നത് 126 ആണ്, 35 ആണ്. 35ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × 200. അപ്പം 35ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? അതായത് 9 25 15 30 5 2 9 3 12 1225. പക്ഷേ ഈ മൈനസ് ഫ്രണ്ടിൽ കിടക്കും. ചിലർക്ക് ഡൗട്ട് തോന്നും, ഈ മൈനസ് സ്ക്വയർ വരുമ്പോൾ സ്ക്വയറായി പോകത്തില്ലേ എന്ന് തോന്നും. പക്ഷേ ഈ സ്ക്വയറിൻ്റെ ഉള്ളിലല്ല ഈ മൈനസ്, വെളിയിലാണ് മൈനസ്. അതുകൊണ്ട് തന്നെ -1225 ഡിവൈഡ് ബൈ എന്തെന്ന് കിട്ടും?
400 എന്ന് കിട്ടും. ഇത് 200 അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3.06 കിട്ടും. മൈനസ് എന്താണ് ആക്സിലറേഷൻ ആയതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതുക. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം, ഡൗട്ട് ഉള്ളവർക്ക് ആർക്കെങ്കിലും ചോദിക്കാം. 0.01 അല്ല 3.06 ആണ് ആൻസർ. 3.06 നിനക്ക് കിട്ടിയില്ലേ? കറക്റ്റ് 3.06 അല്ലേ കിട്ടി. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പറയാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് പിന്നെ ഒന്ന് നല്ലതായിട്ട് മനസ്സിലായില്ല, ഒരു വർഷം കൂടി. പിന്നെന്താ പറഞ്ഞുതരാം, നോക്കിയോ. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഒക്കെ നോക്കിയായിരുന്നോ? വീഡിയോ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അല്ല, ലാസ്റ്റ് ദിവസം ന്യൂമറിക്കൽ ഏൽപ്പിച്ചത്. നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഒക്കെ കഴിഞ്ഞ മോനുള്ള ക്ലാസ്സിലെടുത്തേ. ഒരു വർഷം കൂടി ഒന്ന് പറഞ്ഞുതരാം, അത് കുഴപ്പമില്ല. നോക്കിയോ, ഇവിടെ ശ്രദ്ധിച്ചോ. അതായത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാം. അതായത് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ സ്പീഡ് 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഞാൻ നല്ല അടിച്ചു വിട്ടു പോയപ്പം ഇപ്പം എൻ്റെ സ്പീഡ് 126 കിലോമീറ്റർ പെർ 0 കിലോമീറ്റർ പെർ അവർ ആണ്. കിലോമീറ്റർ പെർ അവറിൽ എടുക്കാം. 126 കിലോമീറ്റർ പെർ അവർ ആയി. ജ്യോതിസിന് ഓക്കെ ആണോ? ഓക്കെ. ഇവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് പട്ടി കുറുക്ക് ചാടി, നമ്മൾ ബ്രേക്ക് പിടിച്ചു. ഓക്കെ, ബ്രേക്ക് പിടിച്ചിട്ട് ഒരു 200 മീറ്ററൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ടാണ് വണ്ടി കംപ്ലീറ്റ് ആയിട്ട് നിന്നത്. അപ്പം നിന്നപ്പം അതിൻ്റെ വെലോസിറ്റി 0 ആയി. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ കേസ് പറയുമ്പോൾ ഇതാണ് എടുക്കേണ്ടത്, ഇവിടത്തെയാണ് എടുക്കേണ്ടത്. ഈ കേസിൽ ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 126ഉം ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഇൻസ്റ്റന്റിലാണ്, 0 ആണ്. ഓക്കെ, ഇതല്ലേ മനസ്സിലാകാതിരുന്നത്? ഓക്കെ. ഈ കേസിൽ ഈ ഇൻസ്റ്റന്റ് അല്ല എടുക്കുന്നത്. ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞിട്ടുള്ള ഇൻസ്റ്റന്റ് ആണ് എടുക്കുന്നത്. ബ്രേക്ക് പിടിക്കുന്ന അവിടുത്തെ വെലോസിറ്റി ആണ് അവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി ആയിട്ട് എടുക്കുന്നത്. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ടുള്ളവർക്ക് ചോദിക്കാം. അലീഷ? ഓക്കെ ആണ് സർ. പാർവണ? അക്ഷയ? ഓക്കെ ആണ് സർ. അക്ഷയ? അലൻ? സർ അതിലെ ടൈമിന്റെ പാർട്ടും കൂടെ ഇല്ലായിരുന്നു. ഹൗ ലോങ്? ചെയ്യാം. ഓക്കെ സർ. അമൽ? ഓക്കെ ആണ് സർ. ഓക്കെ. അമൽ, അനഘ? ഓക്കെ ആണ് സർ. അർജുന? ഓക്കെ ആണ്. ക്രിസിൻ? ശ്രീഹരി? സൂര്യഗായത്രി? ഓക്കെ സർ. ഓക്കെ. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് ടൈമിൻ്റെ പാർട്ടാണ്. ടൈമിൻ്റെ പാർട്ട് നോക്കാം നമുക്ക്. ടൈം അവർ ചോദിച്ചിരിക്കുന്നത് എന്താ? അതായത് എത്ര സമയം എടുത്തിട്ടാണ് അത് റെസ്റ്റിൽ വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ വി എന്ന് പറയുന്നത് 0 എടുക്കാം, ആണല്ലോ. കാരണം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പറയുന്ന സമയത്ത് യു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, വി എന്ന് പറയുന്നത് 0 ആണ്, അതെടുക്കാം. അതേപോലെ തന്നെ എസ് എന്ന് പറയുന്നത് എന്തെടുക്കാം? അല്ല, അത് രണ്ടും വേണ്ടല്ലോ. നമുക്ക് വി ഈസിക്കൽ ടു യു പ്ലസ് എ ടി ചെയ്താൽ മതി. നോക്കിയോ, വി ഈസിക്കൽ ടു യു പ്ലസ് എ ടി ചെയ്താൽ മതി. നോക്കിക്കോളൂ, ഇവിടെ നോക്കിക്കോളൂ. വി ഈസിക്വൽ ടു യു പ്ലസ് എ ടി, വി ഈസിക്വൽ ടു യു പ്ലസ് എ ടി ചെയ്താൽ മതി ടൈം കണ്ടുപിടിക്കാൻ. വി എന്ന് പറയുന്നത് 0 ആണ്, യു എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് 35 ആണ് ഇല്ലേ, 35 ആണ്. ഇനി പ്ലസ് എന്താണ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ -3.06 ആണ്, ഇൻറ്റു എന്താ ടൈം. ആദ്യം ഇവനെ ഇങ്ങോട്ട് കൊണ്ടിരുന്നു, -35 ആകുന്നു ഇല്ലേ. ഈസിക്വൽ ടു -3.06 ഇൻറ്റു ടി എന്ന് വരുന്നു. ടി കണ്ടുപിടിക്കാൻ ഇവനെ വീണ്ടും ഡിനോമിനേറ്റർ കൊണ്ടിരുന്നു. -35 ഡിവൈഡ് ബൈ -3.06 ഈസിക്കൽ എത്രയാണ് ടൈം. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക്
11.44 സെക്കൻഡ് എന്ന് കിട്ടും. ഒരു പ്രശ്നവുമില്ല. ഓക്കെ ആണല്ലോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഞാൻ തന്നെ? ഓക്കെ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എ ബോൾ ഈസ് ത്രോൺ A ball is thrown vertically upwards with an initial velocity u. Calculate the time taken to reach maximum height. ഇവിടെ എന്ത് ചോദിച്ചിരിക്കുന്നത് ആണോ? ഒന്നും തന്നിട്ടില്ലല്ലോ. അപ്പം നോക്കിയോ, ചെയ്യാൻ പോകുന്നത് നോക്കി എങ്ങനെയാണ്. അതായത് എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോൾ എടുത്ത് നേരെ മുകളിലോട്ട് എറിയുന്നു. അപ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എ എന്താ? നെഗറ്റീവ് ജി ആണ്. ഓക്കെ ആണല്ലോ. നമുക്ക് മുകളിലോട്ട് എറിയുന്ന സമയത്ത് എൻ്റെ കയ്യിലിരിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി. കയ്യിലിരിക്കുമ്പോൾ എൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്താ? 0 അല്ലേ? ആണോ? അല്ല. കാരണം എന്താ? ഞാനൊരു ഇനീഷ്യൽ വെലോസിറ്റി കൊടുത്തിട്ടേ എറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യു എന്ന് പറഞ്ഞൊരു വാല്യൂ തന്നെ ഉണ്ട്. ഓക്കെ. ഇനിയും ഫൈനൽ വെലോസിറ്റി എന്താ മക്കളെ? കാരണം നമ്മൾ ഈ മുകളിലോട്ട് എറിയുന്ന സമയത്ത് ഇത് നേരെ മുകളിൽ ചെന്നിട്ട് നിൽക്കും. അത് വെലോസിറ്റി 0 ആകുന്നതുകൊണ്ട് അവിടെ നിൽക്കുന്നത്. ഇത് നേരെ മുകളിലോട്ട് പോകണേ എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ നിന്ന് കുറച്ചൊരു വെലോസിറ്റി കൊടുത്താലേ എറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇനിഷ്യൽ വെലോസിറ്റി അവിടെ ഉണ്ട്, 0 അല്ല. എപ്പോഴും ചിന്തിച്ചോണം കേട്ടോ, ഞാൻ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചോദിച്ചാൽ. എല്ലാവരും ശ്രദ്ധിച്ചോണം. ഒരു ബോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു പേന നിങ്ങളെടുത്ത് മണ്ടയ്ക്കോട്ട് എറിയുന്ന സമയത്ത് നിങ്ങളൊരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ എറിഞ്ഞാൽ മാത്രമേ ഇത് മുകളിലോട്ട് പോകത്തുള്ളൂ. അപ്പം നിങ്ങളുടെ ഇനിഷ്യൽ വെലോസിറ്റി യു ആണ്. ഇത് മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഏതോ ഒരു ഹൈറ്റിൽ ചെല്ലുമ്പോഴത്തേക്കും നിൽക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഫൈനൽ വെലോസിറ്റി. ഈ ഇൻസ്റ്റൻറ്റിൽ മുകളിലോട്ട് എറിയുമ്പോൾ ഉള്ള ഇൻസ്റ്റൻറ്റിൽ ഫൈനൽ വെലോസിറ്റി അതാണ്. അത് v0 ആണ്. ആക്സിലറേഷൻ മുകളിലോട്ട് ആയതുകൊണ്ട് തന്നെ ഗ്രാവിറ്റിയുടെ ഒപ്പോസിറ്റ് ചെയ്തിട്ടാണുള്ളത് നെഗറ്റീവ് ജി എന്ന് എടുത്തു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം കണ്ടുപിടിക്കേണ്ടത് v ഈസിക്കൽ എന്താ? u പ്ലസ് എ ടി ആണ്. അവിടുന്ന് v മൈനസ് യു ബൈ എ ഈസിക്കൽ എന്തെന്ന് വരും? ടി എന്ന് വരും. v എന്ന് പറയുന്നത് എന്താ? v എന്ന് പറയുന്നത് 0 ആണ്. u എന്ന് പറയുന്നത് u ആണ്. എ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ജി ആണ്. ഈസിക്കൽ ടു ടി. അപ്പോൾ ടി ഈസിക്കൽ ടു നെഗറ്റീവ് യു ഡിവൈഡഡ് ബൈ നെഗറ്റീവ് ജി. കട്ട് ചെയ്യുമ്പോൾ ടി ഈസിക്കൽ ടു യു ബൈ ജി. ഇതായിരിക്കും അതിൻ്റെ ആൻസർ. അത്രേ ഉള്ളൂ. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. എവിടാ പറയണ്ടേ? മൊത്തം പറയാം. അതായത് അലനാണോ? അലൻ്റെ കയ്യിൽ പേനയുണ്ടല്ലോ. അലൻ മുകളിലോട്ട് എറിയുമ്പോൾ അലനൊരു പർട്ടിക്കുലർ വെലോസിറ്റി കൊടുത്തിട്ട് വേണം എറിയാൻ. ആണോ? അല്ലെ മുകളിലോട്ട് പോവോ?
ഇല്ല ഇല്ല. എറിയുന്ന സമയത്ത് ഒരു വെലോസിറ്റി ഉണ്ട്, അതായിരിക്കുമല്ലോ നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി. ആണാണ്. സാധാരണഗതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെലോസിറ്റി 0 ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ മുകളിലോട്ട് എറിയുന്ന സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി, കാരണം മുകളിൽ ചെല്ലുമ്പോഴാണ് വെലോസിറ്റി 0 ആവുന്നത്, അല്ലയോ? ആണ് സാർ. കാരണം വെലോസിറ്റി കുറഞ്ഞ് വെലോസിറ്റി 0 ആവും. വെലോസിറ്റി 0 ആകുമ്പോൾ ബോഡി നിൽക്കും, പിന്നെ തിരിച്ചു വരും. ഓക്കെ. അപ്പോൾ താഴെ നിന്ന് മുകളിലോട്ട് പോകുന്ന സമയത്ത് യു എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്, വി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ. എന്നാൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഉള്ള ഇൻസ്റ്റന്റ് അങ്ങനല്ല. മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ മുകളിൽ ഇനിഷ്യൽ വെലോസിറ്റി 0യും താഴെ ഫൈനൽ വെലോസിറ്റി ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട് തിരിച്ച്. അപ്പോൾ ജി എന്ന് പറയുന്നത് താഴോട്ട് വരുമ്പോൾ ജി പോസിറ്റീവാണ്. അപ്പോൾ അങ്ങനെ എടുക്കണം. മുകളിലോട്ട് എറിയുമ്പം ഉള്ള കണ്ടീഷന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും താഴോട്ട് വരുമ്പോൾ ഉള്ള കണ്ടീഷൻ. ഇതെല്ലാം ശ്രദ്ധിക്കണം. ഓക്കെ. ഇനിയും നമുക്കറിയാം യു കൊടുത്തു, വി 0 കൊടുത്തു. അങ്ങനെയാണ് വി മൈനസ് യു, വി = യു പ്ലസ് AT വെച്ചിട്ട് ടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടിയുടെ വാല്യൂവിനകത്ത് വി 0 കൊടുത്തു. യു നെഗറ്റീവ്, ഓൾറെഡി നെഗറ്റീവ് ഫ്രണ്ടിലുണ്ട്. നെഗറ്റീവ് ഓഫ് യു ഡിവൈഡ് ബൈ താഴെ ആക്സിലറേഷൻ ആണ്, അത് നെഗറ്റീവ് ജി ആണ്. നെഗറ്റീവ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടി = u/g കിട്ടും. ഇത്രേ ഉള്ളൂ. ഇതാണ് ടൈപ്പ്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് താഴേന്ന് മുകളിലോട്ടുള്ള ഇൻസ്റ്റൻ്റ് ആ പടം വേണേൽ വരച്ച് വെച്ചോണം. യു എന്ന് പറയുന്നത് ഇവിടെ ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്, വി എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവ് ജി ആണ് താഴേന്ന് മുകളിലോട്ട്. നേരെ മുകളിൽ നിന്ന് താഴോട്ടാണെങ്കിലോ, മുകളിൽ നിന്ന് താഴോട്ടാണെങ്കിൽ യു എന്ന് പറയുന്നത് ഇവിടെ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടോ? ഇല്ല, യു 0 ആണ്. വി എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. ആക്സിലറേഷൻ ഇവിടെ പോസിറ്റീവ് ജി ആണ്. ഇത് അപ്വേർഡ് മോഷൻ, ഇത് അപ്വേർഡ് മോഷൻ. സൈഡിലോട്ട് വേണം എഴുതിയിട്ടേക്കണം, അപ്വേർഡ് മോഷൻ. ഇത് എന്താണ്? ഇത് ഡൗൺവേർഡ് മോഷൻ. ഇത് എഴുതിയിട്ടേക്കണം അവിടെ സൈഡിലോട്ട്, ഇത് എഴുതിയിട്ടേക്കണം, ഡൗൺവേർഡ് മോഷൻ. ഡൗട്ടുള്ളവർക്ക് ചോദിക്കാം. ഡൗട്ടുള്ളവർക്ക് ചോദിക്കാം. An object released near the surface of the earth near the surface of the earth is accelerated downward under the influence of gravity. ഒന്നാമത്തേത് write down the equations of motion in this case. രണ്ടാമത്തേത് also plot a graph connecting acceleration and time in this case. അപ്പം ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്താണെന്നറിയോ? ഒരു ഒബ്ജക്റ്റ് റിലീസ്ഡ് നിയർ ദ സർഫസ് ഓഫ് ദി എർത്ത് ഈസ് ആക്സിലറേറ്റഡ് ഡൗൺവേർഡ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. അതായത് മുകളിൽ നിന്ന് താഴോട്ട് ഇടുക. മുകളിൽ നിന്ന് താഴോട്ട് ഇടുന്ന സമയത്ത് അവിടെ റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ ദിസ് കേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലയോ? ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാനല്ലേ? നിൽക്കേ ഇക്വേഷൻസ് ഓഫ് മോഷൻ മുകളിൽ താഴോട്ട് വരുന്ന സമയത്ത് ഓക്കെ 3 എഴുതണം. എന്നിട്ട് ഇങ്ങനെ എഴുതി വെക്കാനല്ല പറഞ്ഞത്, പൊട്ടത്തരം കാണിക്കാൻ. ഇവിടെ നോക്കിയോ, അതായത് ഒരു ഒബ്ജക്റ്റ് ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ.
എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഒരു ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് താഴോട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി ഇതായിരിക്കും അല്ലേ. ഇനിഷ്യൽ മുകളിൽ നിൽക്കുന്ന സമയത്ത് വെലോസിറ്റി 0 u0. ഇപ്പം ഞാൻ എഴുതിയതേ ഉള്ളൂ. വി എന്താ? വി ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ട് അല്ലേ. എ എന്താടാ ഇവിടെ? എ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ജി ആണല്ലോ. അപ്പം ഇത് ഡൗൺവേർഡ് മോഷനാണ്. ഇപ്പോൾ നമ്മൾ വരച്ചതേ ഉള്ളൂ ഇല്ലേ. ഡൗൺവേർഡ് മോഷനാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഇനിയും നമുക്കറിയാം നമ്മളത് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുകയാണ്. u0 ആണ്. എ എന്ന് പറയുന്നത് പോസിറ്റീവ് ജി ആണെന്ന് എഴുതണം കേട്ടോ. പോസിറ്റീവ് ജി ആണെന്ന് എഴുതണം. എ ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ജി. അതേപോലെ തന്നെ വി എന്ന് പറയുന്നത് വി ആണ്. ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. എസ് എന്ന് പറയുന്നത് എസ് ആയിട്ടല്ല എടുക്കുന്നത്, എച്ച് ആയിട്ടാണ് എടുക്കുന്നത് ഡൗൺവേർഡ് മോഷൻ. കാരണം ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, അവിടെ ഹൈറ്റ് ആണ് എടുക്കുന്നത്. വെർട്ടിക്കൽ മോഷനിൽ ഹൈറ്റും ഹൊറിസോണ്ടൽ മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റും. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇങ്ങനെയല്ല എഴുതി വെക്കണ്ടേ, മനസ്സിലായോ? ഇവിടെ നോക്കിയോ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ വി ഈസിക്കൽ എന്താ? യു പ്ലസ് എ ടി. ഇതിവിടെ കൊടുക്കാം. വി എന്ന് പറയുന്നത് എന്താ? വി തന്നെ. ഈസിക്കൽ ടു യു എന്ന് പറഞ്ഞാൽ എന്താ? 0 പ്ലസ് എ എന്ന് പറഞ്ഞാൽ എന്താ? ജി. ടി എന്ന് പറഞ്ഞാൽ എന്താ? ടി തന്നെ. അപ്പോൾ നമുക്ക് എന്തെന്ന് വരും? വി ഈസിക്കൽ ടു ജി ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. എന്നാലല്ലേ കറക്റ്റ് ആകത്തുള്ളൂ അല്ലേ? അത് കൊള്ളായിരിക്കും. ഇതാണോ ശരി? ഇത് ഇക്വേഷൻ ഓഫ് മോഷനാണ്, ശരിയല്ലേടാ? ഇങ്ങനെ ചിന്തിക്കണം. അതാ പറഞ്ഞ 10ാം ക്ലാസ് ലെവലിൽ ചിന്തിച്ച കാര്യം നടക്കത്തില്ല. നോക്കിക്കോ, ഇവിടെ നോക്കിക്കോ. ഇത് ഓക്കെ ആണോ മക്കളെ? ഓൺലൈൻ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പോൾ ഇത്ര എഴുതിയ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ ഇത്ര എഴുതിയ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. ഓക്കെ സർ. എഴുതണം. ഇനിയും അടുത്ത കേസിൽ എന്താ നമുക്കറിയാം. എസ് സി ഈസിക്വൾ ടു എന്താ? യു ടി പ്ലസ് എന്താ? ഹാഫ് എ ടി സ്ക്വയർ ആണ് അല്ലേ. ഇവിടെ എച്ച് ഈസിക്വൾ ടു എന്താണെന്ന് എഴുതാം? യു എന്താ? u0 ആണ്. t0 അല്ല, പ്ലസ് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു എന്താണ്? ടി സ്ക്വയർ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എച്ച് ഈസിക്വൾ ടു എന്തെന്ന് വരും? ഇതങ്ങ് പോവും. ബാക്കി എന്താ? ഹാഫ് ജി ടി സ്ക്വയർ. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. സെക്കൻഡ് അല്ല, ഇത് നമ്മൾ തേർഡായിട്ട് എടുക്കുന്നത്. സെക്കൻഡ് ആണെങ്കിൽ നിങ്ങൾ എടുത്തോ, സെക്കൻഡോ തേർഡോ എങ്ങനെ വേണം എടുക്കാം, കുഴപ്പമില്ല. നമ്മൾ രണ്ടെന്നുള്ള ഒരു രണ്ടാമത്തെ ഇക്വേഷനെ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി മൂന്നാമത്തെ എന്താ? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസിക്വൽ ടു 2as ആണ്. വി എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. വി സ്ക്വയർ മൈനസ് u0 ആണ്. ഈസിക്വൽ ടു 2gh ആണ്. അപ്പോൾ വി സ്ക്വയർ ഈസിക്വൽ എന്താ? 2gh എന്ന് പറയും. അപ്പോൾ വി ഈസിക്വൽ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് 2gh എന്ന് പറയും. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കണം. ഇതാണ് തേർഡ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.